മൂന്നാമത്തെ കഥയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ അച്ഛൻ്റെ സന്തോഷം. ശരിക്കും അതിന്റെ പിന്നിലുള്ള ഒരു എന്താണ് ശരിക്കും അങ്ങനെ ഒരു കഥ വരാനുണ്ടായ ഒരു കഥ പറഞ്ഞത് ശരിക്ക് ഈ കഥ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് രഞ്ജിത്ത് എന്നാണ് പേര്. രഞ്ജിത്ത് മുമ്പ് ഒരു സൂപ്പർ മാർക്കറ്റിൽ അവരുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന. അപ്പോൾ ഈ ഡെലിവറിക്ക് ഇവരുടെ ഹോം ഡെലിവറിക്ക് കൊണ്ടുപോകാൻ ഒരു ഓട്ടോറിക്ഷ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ. അപ്പോൾ ആ ഓട്ടോയിൽ ഇയാൾ കയറേണ്ടതല്ല, പക്ഷെ ഇയാൾക്കൊന്ന് വേറെ എവിടെയോ പോകുന്നതുകൊണ്ട് ഇയാൾ ആ വണ്ടിയിൽ കയറി. അപ്പോൾ ആ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു സ്വഭാവം കാര്യങ്ങളും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇതൊന്നുമല്ല, വേറെ ചെറിയൊരു ഇൻസിഡൻറ്റ്. അയാൾ ഭയങ്കര ഒരു അഭിമാനിയാണ് എന്ന് ഇവൻ സാക്ഷിയായ ഒരു ഇൻസിഡന്റ് പറഞ്ഞിരുന്നു. അപ്പൊ ഇതെന്റെ മനസ്സിൽ കിടന്നിരുന്നു, ഈ ഒരു കഥാപാത്രം മനസ്സിൽ കിടന്നിരുന്നു. നമ്മളൊക്കെ ഈ ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വാതിലെ നായക കഥാപാത്രവും ഈ ഓട്ടോ ഡ്രൈവറും രണ്ട് തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഫാമിലി വൈസ് രണ്ട് ക്യാരക്ടേഴ്സാണ്. സാമ്പത്തികപരമായിട്ട് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ്. പക്ഷെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഈ ചെറുപ്പക്കാരന് കുറെ ടെൻഷനുണ്ട്, ഡിപ്രഷനുണ്ട്. പക്ഷെ മറ്റേ ആൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. നാളെ വരുമാനം നിന്നാൽ എങ്ങനെ ജീവിക്കും എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ പോലും അയാളൊരു പോസിറ്റീവായിട്ടാണ് അയാൾ ഹാപ്പിയാണ്. അതാ പറഞ്ഞത്, ഈ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു റിയലൈസേഷൻ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. അതാ മനസ്സിലാവും, ഇയാൾ ഓട്ടോയിൽ കയറുന്ന ഒരാളല്ല ഓട്ടോന്ന് ഇറങ്ങുന്ന ശേഷമുള്ളത്. പിന്നീട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തലേ ദിവസം വരെ ആരും അല്ലാതിരുന്ന ഒരാൾ ഇയാൾക്ക് പെട്ടെന്ന് ആരും ആയി മാറുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ ആ ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയൊരു ത്രെഡ് എന്ന് വന്ന അങ്ങനെ ഭയങ്കര കുറേ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ കുറേ കോൺഫ്ലിക്ട്സോ ഒന്നും അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ചെറിയൊരു അത് വായിക്കും. അത് ആക്ച്വലി വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഒരു വഴി കൂടി പോയി, എന്തോ പെട്ടെന്ന് അത് സ്റ്റോപ്പായി പോയി. അതെ.